യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വന്നു. അനേകം പേർ വിശ്വസിക്കുകയും മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരികുകയും ചെയ്തു. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു വരികയായിരുന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് മനസ്സിലാക്കിയ രാജാവ് പത്രോസിനെ പിടിച്ചു തടവിലാക്കി. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ദിവസങ്ങളായതുകൊണ്ട് പെസഹ കഴിഞ്ഞ് ശിക്ഷ വിധിക്കാമെന്ന് നിശ്ചയിച്ച് ചങ്ങലയാൽ ബന്ധിച്ച് 4 പടയാളികളുള്ള 4 കൂട്ടത്തെ കാവലിനേർപ്പെടുത്തി. പത്രോസ് തടവിലായതറിഞ്ഞ സഭ പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹെരോദ രാജാവ് ശിക്ഷ വിധിക്കായി ജനത്തിനു മുമ്പിൽ നിർത്തേണ്ട ദിവസത്തിന്റെ തലേ രാത്രി പത്രോസിനെ ബന്ധിച്ചിരുന്ന തടവറയിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷമായതിന്റെ വെളിച്ചമുണ്ടായി. ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. ഉടനെ അവനെ ബന്ധിച്ചിരുന്ന ചങ്ങല വീണു. ദൂതൻ പറഞ്ഞതുപോലെ അരകെട്ടി ചെരുപ്പ് ധരിച്ച് വസ്ത്രം പുതച്ചുകൊണ്ട് ദൂതന്റെ പിന്നാലെ ചെന്നു. ഈ സംഭവിച്ചതൊക്കെയും ഒരു ദർശനം കാണുന്നതായിട്ടാണ് പത്രോസിന് തോന്നിയത്. അവർ 1-ാം കാവലും 2-ാം കാവലും കടന്ന് പട്ടണവാതിലെത്തി. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ തനിയെ തുറന്നു. അവർ പുറത്തിറങ്ങി തെരുവിലേക്ക് കടന്നു. ഉടൻ തന്നെ ദൂതൻ അവനെ വിട്ടുപോയി. അപ്പോൾ പത്രോസിന് സുബോധം വന്നു. തനിക്ക് സംഭവിച്ചത് ദർശനമല്ല, ദൈവം ദൂതൻ മുഖാന്തരം വിടുവിച്ചതാണെന്ന് മനസ്സിലായി. ശേഷം പത്രോസ് അവിടെ നിന്ന് യോഹന്നാന്റെ അമ്മയായ മറിയയുടെ വീട്ടിലേക്ക് വന്നു. അവിടെ എല്ലാവരും പത്രോസിനു വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. പത്രോസ് വാതിൽ മുട്ടി. പത്രോസിന്റെ ശബ്ദം ബാല്യക്കാരത്തി രോധ തിരിച്ചറിഞ്ഞു. അവൾ തിടുക്കത്തിൽ പത്രോസ് വന്നത് അറിയിക്കേണ്ടതിന് വാതിൽ പോലും തുറക്കാതെ സന്തോഷത്തോടെ അകത്തേക്കോടി. പത്രോസ് വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. പിന്നെ അവർ വാതിൽ തുറന്ന് പത്രോസിനെ കണ്ട് വളരെ സന്തോഷിച്ചു. പത്രോസ് കർത്താവിന്റെ ദൂതൻ തന്നെ രക്ഷിച്ച വിധം അവരെ അറിയിച്ചു. അവരെല്ലാവരും വിസ്മയിച്ചു.